നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. വായ്പ എടുക്കാത്ത മലയാളി ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വളരെ കുറച്ചുപേർ മാത്രമേ വായ്പ എടുക്കാതെ ജീവിക്കുന്നുള്ളൂ എന്ന് ഉത്തരം കിട്ടും. പലരും വായ്പ എടുക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി ഒരിക്കലും തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ കാണിക്കാറില്ല എന്നതാണ് സത്യം. വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നതും ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്നതും ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്ക തന്നെയാണ്. വീടും വസ്തുവും ജപ്തി ചെയ്യപ്പെടുമോ എന്ന ഭയം പലപ്പോഴും ഓരോരുത്തരെയും തളർത്തിക്കളയാറുണ്ട്. എന്നാൽ നിയമം ബാങ്കുകൾക്ക് ധാരാളം അധികാരങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ വായ്പക്കാർക്കും ശക്തമായ ചില അവകാശങ്ങളും സംരക്ഷണങ്ങളും കോടതി നൽകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോൺ മുടങ്ങിയാൽ ബാങ്ക് സ്വീകരിക്കുന്ന നിയമപരമായ നടപടികൾ എന്തൊക്കെയാണെന്നും ഒരു വായ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. എപ്പോഴാണ് ജപ്തി നടപടികൾ ആരംഭിക്കുന്നത്? നമ്മളൊരു വായ്പ എടുത്ത് അതിൻ്റെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ഉടനെ തന്നെ ഒന്നും ബാങ്കിന് ജപ്തി ചെയ്യാൻ കഴിയില്ല. റിസർവ് ബാങ്ക് നിയമപ്രകാരം തുടർച്ചയായി 90 ദിവസം തിരിച്ചടവ് മുടങ്ങിയാൽ മാത്രമേ ആ വായ്പയെ NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇതിനു മുൻപായി ബാങ്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് അതായത് SMA നോട്ടീസുകൾ നൽകി മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. നിങ്ങളൊരു ചെറുകിട സംരംഭകൻ MSME പോലെയൊക്കെയുള്ളതാണെങ്കിൽ വായ്പ NPA ആക്കുന്നതിന് മുൻപ് അത് പുനഃക്രമീകരിക്കാനുള്ള സാധ്യത ബാങ്ക് പരിശോധിക്കണമെന്ന് 2015 പ്രത്യേകം വിജ്ഞാപനം അനുശാസിക്കുന്നുണ്ട്. വായ്പ NPA ആയിക്കഴിഞ്ഞാൽ ബാങ്ക് ആദ്യം നൽകുന്നത് സെക്ഷൻ 13 പ്രകാരമുള്ള ഡിമാൻഡ് നോട്ടീസാണ്. ഇതിൽ കുടിശ്ശിക തുക 60 ദിവസത്തിനുള്ളിൽ അടച്ചു തീർക്കാനാണ് ആവശ്യപ്പെടുക. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ബാങ്കിന് ഒരു മറുപടി നൽകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സെക്ഷൻ 13(3)(a) ബാങ്കിന്റെ കണക്കിലോ നടപടിയിലോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സധൈര്യം അത് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ നൽകുന്ന മറുപടിക്ക് 15 ദിവസത്തിനുള്ളിൽ ബാങ്ക് രേഖാമൂലം മറുപടി നൽകിയിരിക്കണം. ഇത് ചെയ്യാതെ ബാങ്കിന് നിയമപരമായി ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി 60 ദിവസത്തിന് ശേഷവും നിങ്ങൾ കുടിശ്ശിക അടച്ചിട്ടില്ല എങ്കിൽ ബാങ്കിന് വസ്തുവിന്റെ കൈവശാവകാശം ഏറ്റെടുക്കാം. ഇത് പ്രധാനമായും 2 രീതിയിലാണ്, അത് ശ്രദ്ധിക്കണം. ഒന്ന്, സിംബോളിക് പൊസഷൻ എന്ന് പറയും. ബാങ്ക് വന്ന് നിങ്ങളുടെ വസ്തുവിൽ ഒരു നോട്ടീസ് പതിപ്പിക്കുന്നു, അതവിടെ ഒട്ടിച്ചു വെക്കും, പത്രത്തിൽ പരസ്യം നൽകുന്നു. ഇവിടെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമില്ല, വീട്ടിൽ താമസിക്കാം. പക്ഷേ നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ, വിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തേത് ഫിസിക്കൽ പൊസഷനാണ്. അവിടെ നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കും. അതിനായി ബാങ്കിന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കോടതിയുടെ ഉത്തരവില്ലാതെ ബാങ്ക് ജീവനക്കാർക്കോ മറ്റാളുകൾക്കോ നിങ്ങളെ ബലം പ്രയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ അധികാരമില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഇനി നിങ്ങളുടെ വസ്തു ലേലം ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് പത്രങ്ങളിൽ പരസ്യം നൽകുകയും നിങ്ങൾക്ക് 30 ദിവസത്തെ നോട്ടീസ് നൽകുകയും വേണം. ഇവിടെ ഒരു സുപ്രധാന മാറ്റമുണ്ട്. പണ്ട് വസ്തു ലേലത്തിൽ വയ്ക്കുന്നത് വരെ വായ്പക്കാരന് പണമടച്ച് വസ്തു തിരികെ എടുക്കാമായിരുന്നു. എന്നാൽ 2016 ഭേദഗതി പ്രകാരം ലേലപരസ്യം പത്രത്തിൽ വരുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് വസ്തു തിരികെ കിട്ടാൻ നിയമപരമായുള്ള അവകാശമുള്ളൂ എന്ന് സുപ്രീം കോടതി അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ലേല നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പിന് ശ്രമിക്കുക. പിന്നീടായാൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. നിങ്ങളുടെ വസ്തു ബാങ്ക് ലേലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ബാങ്കിന് കൊടുക്കാനുള്ളതിൽ കൂടുതൽ തുക ബാങ്കിന്റെ കൈവശം ആ ഇടപാടിൽ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പലരും ശ്രദ്ധിക്കാത്ത വലിയൊരു അവകാശ വിഷയമാണിത്. നിങ്ങളുടെ വസ്തു ലേലത്തിൽ വിൽക്കുമ്പോൾ ബാങ്കിന് കിട്ടുന്ന തുക നിങ്ങളുടെ വായ്പാ കുടിശ്ശികയേക്കാൾ കൂടുതലാണെങ്കിൽ ആ മിച്ചം വരുന്ന തുകയില്ലേ, ബാങ്ക് നിങ്ങൾക്ക് തിരികെ നൽകണമെന്നാണ് നിയമം. ലേലം പൂർത്തിയായി 15 ദിവസത്തിനുള്ളിൽ ഈ തുക നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. എല്ലാ കേസിലും ജപ്തി നടപടികൾ സാധ്യമാവുകയില്ല. ജപ്തി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും പറയാം. സർഫാസി നിയമത്തിലെ സെക്ഷൻ 31 പ്രകാരം ചില ഇളവുകളൊക്കെ ഉണ്ട്. ഒന്നാമത്, ആ ഭൂമി കാർഷിക ഭൂമി ആണെങ്കിൽ, കൃഷി ചെയ്യുന്ന ഭൂമി ആണെങ്കിൽ ജപ്തി ചെയ്യാൻ സർഫാസി നിയമപ്രകാരം ബാങ്കിന് കഴിയില്ല. ഇനി നിങ്ങളുടെ തുക സംബന്ധിച്ച് ചെറിയ തുക, കുടിശ്ശിക 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ നിയമം ബാധകമല്ല. അതുപോലെ വായ്പയുടെ 80% നിങ്ങൾ തിരിച്ചടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ബാക്കി തുക നിങ്ങൾ ഇനി അടയ്ക്കാനുള്ളത് 20% താഴെയാണെങ്കിൽ കർശനമായ നടപടികൾ തീർച്ചയായും ഒഴിവാക്കി കിട്ടും. ഈ നടപടികൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, എവിടെ പരാതിപ്പെടണം എന്ന് പറയാം. ബാങ്ക് നടപടികൾ തെറ്റാണെന്ന് തോന്നിയാൽ ബാങ്ക് നടപടികൾക്കെതിരെ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാം. നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ സർക്കാർ നിങ്ങൾക്ക് സൗജന്യമായ ഒരു വക്കീലിനെ നൽകും. റിക്കവറി ഏജന്റുമാർ ഭീഷണിപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്താൽ ഓൺലൈനായി ബാങ്കിംഗ് ഓംബുഡ്സ്മാന് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് നൽകാൻ കഴിയും. ഓർക്കുക,
വായ്പ തിരിച്ചടയ്ക്കുക എന്നത് വായ്പ എടുത്ത ആളിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാങ്കുമായി സംസാരിച്ച് വൺ ടൈം സെറ്റിൽമെന്റ് പോലുള്ള മാർഗങ്ങൾ തേടുകയാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. നിയമം അറിയുന്നത് ഭയം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.